ഇപ്പൊ ഒരു ഡോക്ടർ പറയാണ് അത്യാവശ്യമായിട്ട് വിളിക്കുമ്പോൾ എനിക്കൊരു മൂഡില്ല കേട്ടോ ഓപ്പറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ രോഗിയുടെ അവസ്ഥ എന്തായിരിക്കും. നമുക്ക് എല്ലാവർക്കും ഇമോഷൻസും ഫീലിങ്സും ഉണ്ട്, തോട്ട്സ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഒരാളുടെ ഒരു സംസാരം മതി നമ്മുടെ മൂഡ് മാറാൻ, ചിലപ്പോൾ കാണുന്ന ഒരു കാഴ്ച മതി നമ്മുടെ മൂഡിനെ ബാധിക്കാൻ. അപ്പോൾ ഇമോഷൻസിനും ഫീലിങ്സിനും ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ട് അതിനെ ഫോളോ ചെയ്ത് ജീവിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവരൊരിക്കലും എവിടെ എത്തില്ല കേട്ടോ. ശരിക്കും നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരിക്കലും നമ്മുടെ ഫീലിങ്സിനെ ഇമോഷൻസിനെ അല്ല, നമ്മൾ ഫോളോ ചെയ്യേണ്ട എപ്പോഴും നമ്മുടെ ഗോളിനെയാണ്. അല്ലെ കറക്റ്റ് അല്ലേ? വൺസ് ഒരു ഗോള് നമ്മുടെ ലൈഫിൽ സെറ്റ് ആയി കഴിഞ്ഞാൽ വാട്ട് എവർ ഇതാണ് എൻ്റെ ഗോള്, 2 വർഷം കൊണ്ടോ 3 വർഷം കൊണ്ടോ ഞാൻ അച്ചീവ് ചെയ്യേണ്ട എൻ്റെ ഗോൾ ഇതാണ്. അതൊരു കമ്മിറ്റ്മെന്റ് ആണ് എൻ്റെ. ആ കമ്മിറ്റ്മെന്റിനെ നമ്മൾ മലയാളത്തിൽ പറയില്ലേ പ്രതിബദ്ധത എന്ന് പറയും. ആ സംഗതിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ മാത്രമേ ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള. രണ്ട് ഫീലിങ്സിനെ ഇമോഷൻസിനെ അത് ഇഡിയറ്റ്സ് ആണ് ശരിക്കും. നമ്മൾ മൂഡിനെ ഫോളോ ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ അപകടത്തിലാക്കും, നമ്മുടെ ജീവിതം അപകടത്തിലാവും.